ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ്. അതേ നമ്മുടെ ആദം ബേബി ഇതേ ഇവിടെ വണ്ടി ഓടിച്ച് ഡ്രെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അല്ലാതെ പാത്രങ്ങളും ചട്ടിയും കലവും പാത്രമൊക്കെ ഇവിടെ ഉണ്ട്. അമ്മച്ചിതേ അവിടെ നടക്കണം. അപ്പച്ചൻ നല്ല ആശുപത്രി പോയി കഴിഞ്ഞ ഒരു മാസത്തിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്നൈക്കായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ കൈമേലെ ഇപ്പോൾ വേറെ സാധനം കൊടുത്തിട്ടുണ്ട് കഴുത്തിലിടാനായിട്ട്. ഇത് കഴുത്തിക്കോടെ ഇങ്ങനെ ഇട്ടിട്ട് കൈമക്കോടെ ഇടാനാണ് പറഞ്ഞത്. ഇത് 10 ദിവസം കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. എക്സസൈസൊക്കെ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്കിന് പോയി. ആളെന്നത് വ്യക്തമായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് വല്ലവർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഇടണത്? ഇത് ഫുൾ ടൈം ഇടണോ, അത് എങ്ങനെ ഇടണോന്ന് അറിയുന്നത്? അപ്പൊ ആളൊന്നും ചെയ്തേക്കണ്ട. അത് ഇത് ഇവിടെ ആൾക്ക് പറ്റില്ല പൂരി വെച്ചിട്ട് ആള് മറ്റേത് തന്നെ ഇട്ടിട്ട് പോയേക്കണേ. ഇങ്ങനെ വല്ലവരും ഇത് എങ്ങനെയെന്ന് അറിയെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എങ്ങനെയെന്ന് കമന്റ് ചെയ്തോളൂ. കാര്യം ശരി, ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇത് ഇങ്ങനെ ഇടാൻ ആള് പറഞ്ഞേക്കണം. പക്ഷെ ആൾക്ക് ഇത് കഴിക്കും. നമുക്ക് തന്നെ കഴിച്ചിട്ടിടുമ്പോൾ എന്തോ കുരുക്കിട്ടാകുന്ന പോലെ ഇരിക്കുന്നത്. അത് പറഞ്ഞ ആള് രാത്രി നാളെ കഴിച്ചു വിട്ട് ഇട്ടു. ഇപ്പൊ പകല് പോയപ്പോ ഊരി കാട്ടി കളഞ്ഞിട്ട് പോയിക്കണേ. നമ്മുടെ ആദം കൂട്ടനായിട്ട് കളിച്ചോണ്ടിരിക്കണേ. ആദം ഏറ്റു കണ്ട ഇതെങ്ങനെ ഇടണേന്ന് ആദത്തിനോട് ചോദിച്ചാൽ മതി. ആദം പറഞ്ഞത് ഇതെങ്ങനെ ഇടാലോ, എങ്ങനെ ഇടാന്ന് കാണിച്ചു കൊടുത്ത് ചെപ്പുവാ എങ്ങനെ ഇടാ കാല കുട്ടി. പിന്നെ എങ്ങനെയിടാ, പിന്നെ എങ്ങനെയിടാ? ആരടിച്ചു? അച്ഛ ആദ്യത്തിന്റെ ഹസി എവിടെ? ഹസി സ്കേബിയോ ഡിന്നിയോ പോയാ? അടിച്ചാ? ഡിന്നി അടിച്ച നിന്നെ? ആരടിച്ചാത്തിനെ? അപ്പാപ്പൻ. അമ്മാമ്മ അടിച്ചാ? അപ്പാപ്പ അടിച്ചു. അപ്പാപ്പൻ പാപ്പം പറയണ്ട. അപ്പാപ്പൻ കൊണ്ടുവരും ഫോണിൽ. ഉണന്ന ചിക്കൻ തിന്നാ? അങ്ങനെ തിന്നാ? അങ്ങനെ തിന്നാ? ഞങ്ങളങ്ങനെയല്ല തിന്നാ. ഈശോയെ, ഞങ്ങളങ്ങനെയല്ലല്ലോ തിന്നാ. കാലത്ത് തന്നെ ചായ കുടിക്കൽ പരിപാടിയാണ് കേട്ടോ. ചായ നമുക്ക് കട്ടൻ കാപ്പിയാണെന്ന്. പാല് വാങ്ങിയിട്ടുണ്ടായില്ല, അപ്പം ഇന്ന് കട്ടൻ ചായയാണ്. പിന്നെ അമ്മച്ചി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശയും പിന്നെ പഞ്ചസാര കൂട്ടി കഴിക്കണം. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കറികൾ വേണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ട് ഞാൻ പഞ്ചസാര കൂട്ടി കഴിക്കണം. അമ്മച്ചി അവിടെ ദോശ ഉണ്ടാക്കൽ പരിപാടിയിലാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ പുറത്ത് മഴയും പെയ്യുന്നുണ്ട്. പുറത്ത് മഴ പെയ്യണത് വെള്ളം. ഞാൻ ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു, രാത്രി ഒരു സ്വപ്നം കണ്ടതാ. ഇവിടെ നമ്മുടെ പാടത്തൊക്കെ വെള്ളം വന്നു. എന്താണോ അങ്ങനെ സ്വപ്നം കണ്ടത്? പാടത്തൊക്കെ വെള്ളം വന്നിട്ട് പിള്ളേരുകളൊക്കെ വെള്ളത്തിൽ പോയി കളിക്കണ്. എല്ലാ പിള്ളേരും വെള്ളത്തിൽ പോയി കളിക്കാണ്. അപ്പം ഞാനിവിടുന്ന് പോയി നോക്കും. അങ്ങനെയൊക്കെ ഇന്നലെ സ്വപ്നം കണ്ടു. അപ്പം ഇന്ന് രാവിലെ എനിക്കപ്പോഴെങ്കിൽ നല്ല മഴയും. ഒരാള് പല്ല് ഓൾറെഡി തേച്ചതാ. എനിക്ക് വീണ്ടും ബ്രഷ് കൊണ്ട് വന്നേക്കാം. ഞാൻ പല്ല് തേപ്പിച്ചതാട്ടാ. ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ടില്ല. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നേക്കാം. ഞാൻ അവിടെ നിന്ന് കിട്ടിയ ബ്രഷ് ഒരു പ്രാവശ്യം പല്ല് തേച്ചില്ല. നീ പിന്നെ എന്തിനാ ബ്രഷ്? ഓടി ചീത്ത പറഞ്ഞപ്പോ ഓടി. അമ്മാമ്മ ദേ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാ? ദോശ ഉണ്ടാക്കല് കഴിഞ്ഞപ്പോ ദേ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തു. വെള്ളപ്പൊക്കം വരാം. നല്ല മഴ പെയ്യുണ്ടല്ലോ പുറത്ത്. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടത് വെള്ളപ്പൊക്കം വന്നു എന്ന് പറഞ്ഞ. ആഴ്ചയിലെ ഒരു 3-4 ദിവസം മഴ, അത് കഴിഞ്ഞിട്ട് 2 ദിവസം വെയില്, അത് കഴിഞ്ഞിട്ട് മഴ. അത് നല്ല കാര്യമാണ്. അപ്പൊ ആർക്കും ഒരു ഉപദ്രവം പാടില്ലല്ലോ മഴയെ കൊണ്ട്. വെള്ളപ്പൊക്കം വരും. മഞ്ഞനാൾ താന്ന് പോയി കഴിഞ്ഞിട്ട് അടുത്ത മഴ വീണു. നമ്മുടെ ഉണ്ണിക്ക് ഇന്നലെ വാക്സിനേഷൻ എടുത്തുട്ടാ. അവരുടെ ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം ആദം ബേബിക്ക് ചുമയുള്ള മാറിയിട്ടില്ല. എന്നാലും വാക്സിൻ എടുത്തു. അപ്പോൾ ഡോക്ടർ എടുത്തോളാൻ പറഞ്ഞു. ചെറുതായിട്ടൊക്കെ ചുമയുള്ളപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ പോയി വാക്സിൻ എടുത്തു. അതുകൊണ്ട് തന്നെ അവന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഇല്ലേ. പനിയും ഇപ്പം കിടന്ന് ഉറങ്ങാൻ അനുസരിച്ചിട്ടില്ല. വേദന ഉണ്ടല്ലോ കാലിന്നൊക്കെ കുത്തിയേക്കണ. ഞാനിങ്ങനെ കാല് പൊക്കി പിടിച്ച് നിൽക്കണേ. ചായ ഒരുത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചായ, കാപ്പി.
അത് എന്തോരോ കൊടുത്താലും കുടിച്ചോളൂ. ഇപ്പൊ അമ്മച്ചോട് ചായ ചോദിച്ചോണ്ടിരിക്കുക. ചായ എടാ ചായ കൊടുക്കാനവന്. വീട്ടിലുള്ള ചായയും കാപ്പി പാലൊന്നും അതിന്റെ അപ്പനൊന്നും വലിയ താല്പര്യമില്ല ഈ ചായയോട് ഇതിനോടൊന്നും. പക്ഷെ എന്റെ മോന് ചായ ഭയങ്കര ഇഷ്ടം, എന്താന്നറിയില്ല. പക്ഷെ അപ്പാപ്പൻ കഴിക്കും ചായയൊക്കെ. അവിടുത്തെ അമ്മിച്ചൊന്നും ചായ കുടിക്കില്ല കേട്ടാ. പാലിന്റെ ഇതൊന്നും കുടിക്കില്ല. ചായ കുടിക്കല്ലേ ആരുടെ സ്വഭാവം തമ്മിച്ച് പറഞ്ഞ അപ്പച്ചന്റെ. ഇവിടുത്തെ അപ്പാപ്പന്റെ അതേ മുഖവും ഇവിടുത്തെ അപ്പാപ്പന്റെ അതേ സ്വഭാവവും. അപ്പൊ അവന് കടയിലൊക്കെ നേരത്തെ ചായ വേണം. അതന്നെ അപ്പൊ ഇവന് കിട്ടിയേക്കണ. ഇവന് ആര് ചായ കുടിച്ചാലും അപ്പൊ ചായ വേണം. കേട്ടാ ചായ് 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 ബ്രഷ് കൊണ്ടുകൂടി ഇട്ടു അല്ലേ ചായക്കാരൻ. ഇതൊരു കടി എടുക്കുക. അപ്പച്ചനാ എന്നിട്ട് ഡാൻസ് കളിക്കണ എന്നിട്ടാണ് ടീ പോയാ. അമ്മാമ്മോട് ടി വി വയ്ക്കാൻ പറയാ. നേരം വെളുത്ത ദിവസം തന്നെ അമ്മാമ്മ ചീ ആർക്ക ടി വി വെക്കണ്ടേ? അമ്മാമ്മക്കാണോ അത്? അമ്മാമ്മക്കാണോ ടി വി വെക്കണ്ടേ? അമ്മാവ ദേ കൊച്ചു പറയുന്നതനുസരിച്ച് ടി വി വെക്കുന്നുണ്ട്. അനുസരണാശീലമുള്ള അമ്മാവ. അമ്മച്ചിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അമ്മച്ചി ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അമ്മച്ചി നോക്കാൻ പോവാ. മഴ പെയ്യണ്ടോന്ന് വാർത്തയില് എല്ലോടിക്ക്. കഴിഞ്ഞ അപ്പൊ കളിക്കല്ലേ? അമ്മച്ചി ചിക്കൻ കറി നേരത്തെ വെച്ചിട്ടുണ്ടായില്ലേ. നമ്മുടെ ബേബീസ് ഉറങ്ങാൻ വേണ്ടി അമ്മച്ചി വെയിറ്റ് ചെയ്തു. ചിക്കൻ കറി വെക്കുന്നു. അമ്മച്ചി അന്ന് വാങ്ങിക്കൊടുന്ന പച്ചക്കപ്പലണ്ടി വറക്കാൻ പോയി. മണലില്ലാണ്ട് പച്ചക്കപ്പലണ്ടി വറക്കാട്ടാ. തുള്ളി വെള്ളം കഴിക്കാം. ഇത്തിരി ഉപ്പ് തിരുമ്മ, ഇത്തിരി വെള്ളം ഒഴിക്കുക, ഉപ്പെല്ലാം അവിടെ ആവണം. എന്നിട്ട് വറക്ക. അത് ഉപ്പാണ് ഉപ്പ്. എന്നിട്ട് ഇങ്ങനെ ഗ്യാസ് ഓൺ ആക്ക. എന്നിട്ട് വറക്ക. ഇതില് മണലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളതെ മണലില്ലാണ്ട് ഇങ്ങനെ വറക്കാട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പച്ചക്കപ്പലണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ. അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. സക്സസ് ആണത്. നമ്മൾ വറുത്തത് വാങ്ങൽ കുറവാ. പിന്നെ പച്ചക്ക് ഇട്ടാണ്ടായി കഴിഞ്ഞാലേ പിന്നെയും വറുത്തത് വാങ്ങുള്ളൂ. വാങ്ങിച്ച് വറക്ക ചെയ്യാറ്. മോന്നൊരു പൊടിയരിക്കേ ദൈവമേ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇറക്കി കൊടുക്കാം. വെന്ത് കഴിയുമ്പോ എനിക്ക് കാണിച്ചു തരാം. കപ്പലണ്ടി ഓഫ് ചെയ്തില്ല. ഇതിലിരുന്ന് തന്നെ വെന്ത് കഴിഞ്ഞ് എന്നിട്ടാ നമുക്ക് പറഞ്ഞ ഞാനൊരു കൂട്ടം ഉണ്ടാക്കി നോക്കാൻ. ശരിയാവുമെന്ന് അറിയില്ല. പരീക്ഷണം. എന്നിട്ട് കൂട്ടം ഇപ്പൊ തന്നെയല്ലേ കപ്പലണ്ടി ഓർത്തേ? ഇതെന്തൊരു സാധനം? മൈദമാവാ? സോറി, കടലമാവ്. കടലമാവില് കപ്പലണ്ടി മിക്സ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ട് ചെയ്യുന്നത് ശരിയാവണമെങ്കിൽ അമ്മച്ചി ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ കപ്പലണ്ടി പണി ഇറങ്ങാൻ പോകും. കപ്പലണ്ടി കച്ചവടം തുടങ്ങാൻ അമ്മച്ചി. കപ്പലണ്ടി വിറ്റമ്പിച്ച് ജീവിക്കും. നമ്മുടെ കപ്പലണ്ടി വറുത്തത് കേട്ടാ. അതല്ലേ ഇതിന് പറയാ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ശരിയാവാൻ സാധ്യതയില്ല എന്നാ. അത് തൊണ്ട് പൊളിച്ചിട്ടല്ലേ നമുക്ക് റോസ്റ്റഡ് കിട്ടണത്. തൊണ്ടുണ്ടോ? കണ്ടിട്ട് ശരിയാവുന്ന തോന്നണം അമ്മച്ചിക്ക്. പരീക്ഷണം പറഞ്ഞില്ലേ?
ശരിയായി കേട്ടോ. പുതിയ സാധനം ഉണ്ടാക്കി അത് പാളിപ്പോയി ഗൈസ്, പാളിപ്പോയി. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശരിയാവണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലേ. കുറുമ്പൻ ചിരിക്കുന്നിട്ടല്ലേ. കുറുമ്പന് നല്ല പെടപെടുണ്ട്. ആ ഞാൻ നമ്മുടെ കപ്പലണ്ടി ഉണ്ടോ നമ്മള് അമ്മച്ചി ഇതിന്റെ കടലമാവ് ഉണ്ടാക്കി മാറ്റി. കടലമാവ് ഉണ്ടാ പൂജ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. കളയാൻ പറ്റില്ല. അത് ശരിയാ, കളയാൻ പറ്റില്ല. ഇല്ല നമുക്ക് ഉണ്ടാക്കി സാധനം തരാം കേട്ടോ. ഇത് മുരിങ്ങ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? പക്ഷെ കഴിഞ്ഞു. ഇത് മെയിനായിട്ട് അമ്മച്ചി ട്രൈ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഇന്നലെ റോസ്റ്റഡ് കപ്പലണ്ടി നമ്മുടെ ആദം ബേബി ഇത് തിന്നണു. അതാണ് അമ്മച്ചി ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പൊ തിന്നണ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ഈ പരീക്ഷണത്തിന് അമ്മച്ചി മുതിർന്നത്, അല്ലെങ്കിൽ മുതിരില്ലായിരുന്നു. നമ്മള് കടന്നോ മഴ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ടാക്കി തിന്നിരിക്കാന്ന് വിചാരിച്ചു. കപ്പട്ടി നമ്മളേ അമ്മച്ചി ഭയങ്കര തിരക്കിലാട്ടാ. നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. അമ്മച്ചി ഭയങ്കര തിരക്ക് പിടിച്ച പണിയില്ലാതെ പോകാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. നമുക്കറിയാം ഉണ്ണികളെ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവരുടെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കാൻ കുറേ ഉണ്ട്. ഡയപ്പർ, അവരുടെ എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പം എല്ലാം സാധനങ്ങൾ മറക്കാണ്ട് നമ്മൾ എടുത്തു വെക്കണം. അപ്പം അതിന് ഇങ്ങനെ പങ്കപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സത്യത്തിൽ ഇപ്പോൾ ബെഡ് നിറച്ച് ഡ്രസ്സായിട്ടാ പാക്ക് ചെയ്ത ഡ്രസ്സ് ടോട്ടലി ബെഡ് ഫുള്ള് ഡ്രസ്സാണ്. ഇനി അവിടെ എത്തി കഴിയുമ്പോൾ അയ്യോ അത് മറന്നു, ഇത് മറന്നു എന്നുള്ള പരാതികളായിരിക്കും മിക്കത്. ഇപ്പൊ ഒരു ലോഡ് ലഗേജ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. ലോഡ് ലഗേജുകളുണ്ട് ഇവിടുന്ന് ഏറ്റാൻ വേണ്ടിയിട്ട്. അമ്മച്ചിയുടെ കഴിയോ ഇപ്പൊ? എന്നിട്ട് വേണം എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. സ്പീഡപ്പ് ആയിക്കോ. അപ്പച്ചൻ്റെ അടുത്ത് നോക്കി എല്ലാവരും മറ്റേ ഓണക്കോടി സാധനങ്ങളൊക്കെ ഇട്ട് കോടികളിട്ടിട്ടോ ഓണത്തിനെടുത്ത് നമ്മുടെ കോടികളിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ് എന്താന്ന് എൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാ വെരി ഫാസ്റ്റ് എൻ്റെ സാധനങ്ങൾ കഴിഞ്ഞ ലോഡ് അട്ടി കണക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മള് പോവാ. ഞാൻ എൻ്റെ അമ്മച്ചിനെ ഏൽപ്പിച്ചു വിട്ടാ സാധനങ്ങൾ. മരുന്ന് സാധനങ്ങൾ എടുത്ത് വെക്കണോ? മരുന്നുകൾ ബാഗൊക്കെ തോളിലിട്ടാണ് ഇപ്പൊ നടപ്പ്. ഫുള്ളറില്ല പോയി കിടക്കാം. ഫുള്ള് ആകെപ്പാടെ എന്താ പ്രാന്താണെങ്കിൽ പാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലേ പിള്ളേരെ മരുന്നുകളൊന്നും എടുത്ത് വെക്കണ്ടേ. ഞാൻ അവർക്ക് വല്ല വയ്യായ്മകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചുമയുടെ ഒക്കെ മരുന്ന് അതേ എടുത്ത് വെക്കാൻ കേട്ടോ. ബാഗിലല്ലേ? ബാഗിൽ തന്നെ വെക്കാൻ പോണോ? ലീക്കാവോ? അപ്പാപ്പന്റെ കുഴി കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോ നമുക്ക് ഡ്രസ്സ് ഇടാം. ഇങ്ങോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വായ പൊളിക്കണം. ദൈവത്തിനറിയാം. ഇപ്പൊ ഒരുവിധം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കണത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇനി ചെല്ലുമ്പോഴേ പറ്റുള്ളൂ. ആദത്തിന് ഞാൻ മാല ഇടിച്ചു കൊടുത്താൽ ആദം ഒരു പുതിയ ഒരു സാധനം മാല ഞാനിവിടെ ഇടിക്കാറില്ല. വേറെ ഒന്നല്ല, ഇവനെ ഈ മാലയും ഇങ്ങനെ കടിച്ച് നിൽക്കും. അതുകൊണ്ട് ഇടിക്കല് കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ ഇടിച്ചു കൊടുത്തിട്ട് എന്തോ ഒരു പുതിയ സാധനം കിട്ടിയില്ല. അതുമ്പോൾ പണിയാണ്. നമ്മുടെ ആദം ബേബി ഡ്രസ്സൊക്കെ മാറിയിട്ടാ. ആദം ബേബിയുടെ പരിപാടികൾ കഴിഞ്ഞു. അതെ, ഞാനും ഡ്രസ്സ് മാറിയിട്ടാ. എൻ്റെ ഡ്രസ്സ് മാപ്പിൽ കഴിഞ്ഞു. ഇനി തലമുടി കെട്ടാനും കൂടി ഉള്ളൂ. ഇനി ഉണ്ണീനെ ഡ്രസ്സ് തിരക്കായി പോയി. ആകപ്പാട് ഒരു ഹറിബറി ആയി പോയി. വണ്ടി വന്നു. ആദത്തിനെ കൊണ്ടുപോവാട്ടാ. ആദം വണ്ടി കണ്ടിട്ട് ആകപ്പാട് കഴിഞ്ഞ മിച്ചറേ. ആദം ഓക്കെ, റെഡി, ലെറ്റ്സ് ഗോ. റെഡി
പറ്റിയാണല്ലോ കൊടുത്തേക്കണം. ഞങ്ങൾ പോവാൻ പോണത് സ്റ്റെബിന്റെ ഡിന്നിന്റെ അടുത്തേക്കാണ്. നമ്മൾ എറണാകുളത്തേക്കാണ് പോവാൻ പോണേ കേട്ടാ. എവിടേക്കാ പോണേന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ വീഡിയോ എടുത്തു. എവിടേക്കാ പോണേന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് നമ്മുടെ നാത്തൂനെയും ചേട്ടനെയും കാണാൻ വേണ്ടിട്ട് പോവാണ് ടു എറണാകുളം. അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, ചെരുപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. ദേ കിടക്കണം അമ്മച്ചി. എല്ലാ സാധനങ്ങളും അലങ്കോലായിട്ടൊക്കെ കിടക്കണം കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. കൊച്ചിന്റെ പാലെടുത്തേ. സ്പീഡപ്പ് ഒക്കെ തട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് വീണേക്കെന്താ. ചെല്ല്, ആ പാപ്പന്റെ കൂടെ പോക്കോ. ചെല്ല് കൊച്ചാപ്പാപ്പനോട് ചെല്ല്. അമ്മ വരാം. അമ്മ വരാടി. അമ്മ ഉണ്ണീനെ എടുക്കട്ടെ. ലൈറ്റുള്ള സാധനങ്ങളൊക്കെ ഓഫ് ചെയ്തോ. വേറെ വേണ്ട, അതൊക്കെ അവിടെ ഉണ്ട്. അവിടെ ചെന്നാൽ എന്തോ ഫുഡ് ഇല്ലാണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. പോവാണ്. ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പാപ്പനൊക്കെ അപ്പച്ചൻ പോ. അപ്പച്ചൻ പാല് ഉറക്കി തിരുവണ്ടിയിൽ പോവാലോ. ബാക്കിൽ വെച്ചു കേട്ടത് ഭയങ്കര ടൈറ്റ് വരും. ധീമാത് പോണു. ബൈ. ഓക്കെ പോവാണ നീ. അതിനൊരു കുഴപ്പമില്ലല്ലേ. വണ്ടി കയറി അങ്ങനെയാ കൊച്ചിന് കാണാൻ പറ്റുന്ന ഒരു ബാഗ് ഉണ്ട് അതിന്റെ ഉള്ളില്. ഹാസിക്കുട്ടുണ്ട്. എന്നാ മൊട്ടടിച്ചടാ. ഹാപ്പിയാണ് അവന്റെ ഹാപ്പിക്ക് വന്നല്ലോ. ആഴ്ചയായിട്ട് തൊഴിലില്ലാത്ത നമുക്കിട്ടുണ്ട് ചെറുതായിട്ട് ജലദോഷം. ഉറങ്ങാനുള്ള അത് ഇത്ര നേരം കറിയായിരുന്നു. ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടോ? എന്റെ തല വിശർക്കായിരുന്നുടി. കുറച്ചു നേരം ഇത് ചെയ്തതാ. ഹസി ഞങ്ങള് കൊണ്ടുപോവോ ഭയങ്കര പോസനോ. വീട്ടിക്ക് വിളിക്ക്. പയ്യെ സ്ലോ അതിന്റെ വീട്ടിക്ക് വന്നതിന് അറിയാൻ വിളിക്കുന്നില്ലേ. മടിയാവും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്ര ഉള്ളൂ. നമ്മളിവിടെ എത്തി. ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ മാറി. അമ്മച്ചി മാറിയിട്ടില്ല കേട്ടോ. അമ്മച്ചി മാറാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ